നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ പാലക്കാട് ജില്ലയിലെ പാലക്കാട്, തൃശൂർ ജില്ലയിലെ ചേലക്കര എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കേരളത്തിന്റെ സാംസ്കാരികവും കാർഷികവുമായ ഭൂപടത്തിൽ തനതായ സ്ഥാനം അടയാളപ്പെടുത്തിയ മലമ്പുഴ ഡാമും കൽപ്പാത്തി രഥോത്സവവുമെല്ലാം ഓർമ്മയിലെത്തിക്കുന്ന നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലെ പാലക്കാട് നിയോജക മണ്ഡലം. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഈ മണ്ഡലം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന മുന്നേറ്റങ്ങൾ നമുക്ക് വിശദമായി കാണാം. കിഫ്ബി, ഈ പേര് ഇന്ന് ഓരോ മലയാളിക്കും സുപരിചിതമാണ്. ഭാവനാപൂർണമായ വികസന പദ്ധതികൾക്ക് പണമില്ല എന്ന പതിവ് പല്ലവിക്ക് അറുതി വരുത്തിക്കൊണ്ട് വലിയ മുതൽ മുടക്ക് ആവശ്യമുള്ള പദ്ധതികൾക്ക് സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിക്ക് രൂപം നൽകിയത്. റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, കുടിവെള്ള പദ്ധതികൾ, സാംസ്കാരിക നിലയങ്ങൾ, വ്യവസായ പാർക്കുകൾ, അങ്ങനെ നീളുന്ന കിഫ്ബിയുടെ സഹായത്തോടെ ജീവൻ വെച്ച പദ്ധതികളുടെ നിര. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കിഫ്ബിയുടെ സാന്നിധ്യം എത്രത്തോളം നിർണായകമായി എന്ന് നമുക്ക് പരിശോധിക്കാം. ഏതൊരു നാടിൻ്റെയും ഭാവി നിർണ്ണയിക്കുന്നത് അവിടുത്തെ യുവതലമുറയാണ്. അവർക്ക് മികച്ച വിദ്യാഭ്യാസം നൽകേണ്ടത് സമൂഹത്തിൻ്റെ കടമയാണ്. ഈ തിരിച്ചറിവിലാണ് കിഫ്ബി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള നിക്ഷേപം നടത്തുന്നത്. പാലക്കാട് മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം നമുക്ക് ആദ്യം നോക്കാം. ഈ പദ്ധതികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്തെ സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കൈറ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരിശീലനം നൽകുന്ന കില എന്നീ പ്രമുഖ സ്ഥാപനങ്ങളാണ്. ഈ പദ്ധതികളിലൂടെ ഡിജിറ്റൽ ക്ലാസ് മുറികൾ, ആധുനിക ലാബുകൾ, ലൈബ്രറികൾ, ശുചിമുറികൾ, മികച്ച കെട്ടിട സൗകര്യങ്ങൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യമാവുകയാണ്. ഇതിനോടകം ഫേസ് 2-നായി 22,60,00,000 രൂപയും ഫേസ് 1-നായി 3,13,00,000 രൂപയും കൈമാറിക്കഴിഞ്ഞുവെന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇനി ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നാൽ പാലക്കാടിൻ്റെയും കേരളത്തിൻ്റെ തന്നെയും വിദ്യാഭ്യാസ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട പേരാണ് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൻ്റേത്. ഈ പൈതൃക കലാലയത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി കിഫ്ബി 15,79,00,000 രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കിയത്. പൊതുമേഖലാ സ്ഥാപനമായ കിറ്റ്കോ ലിമിറ്റഡിനായിരുന്നു നിർമ്മാണ ചുമതല. അഭിമാനകരമായ കാര്യമെന്ന് പറയട്ടെ, ഈ പദ്ധതികൾക്കായി അനുവദിച്ച തുകയിൽ ഏതാണ്ട് പൂർണ്ണമായും, അതായത് 15,35,00,000 രൂപയും കൈമാറിക്കഴിഞ്ഞു. പുതിയ കെട്ടിടങ്ങൾ, നവീകരിച്ച ഡിപ്പാർട്ട്മെൻറ്റുകൾ, ആധുനിക സൗകര്യങ്ങൾ എന്നിവയെല്ലാം വിക്ടോറിയ കോളേജിന് പുതിയ ഊർജം പകരുന്നു. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. പൊതുജനാരോഗ്യ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾക്കാണ് കിഫ്ബി സാക്ഷ്യം വഹിക്കുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനത്തിനായി കിഫ്ബി നീക്കിവെച്ചിരിക്കുന്നത് 98,89,00,000 രൂപയാണ്. ഇതൊരു ചെറിയ തുകയല്ല. HLL ഇൻഫ്രാടെക് സർവീസസ് ലിമിറ്റഡ് അഥവാ ഹൈറ്റ്സ് എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഇതിനകം 21,58,00,000 രൂപ പദ്ധതിക്കായി ചെലവഴിച്ചു കഴിഞ്ഞു. ഈ ബൃഹത് പദ്ധതി പൂർത്തിയാകുന്നതോടെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളടക്കം സാധാരണക്കാർക്ക് ലഭ്യമാകും. വൃക്ക രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഡയാലിസിസ് സെന്ററുകളുടെ പ്രാധാന്യം വളരെ വലുതാണ്. സംസ്ഥാനത്തുടനീളം ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിക്കുന്ന കിഫ്ബി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ പാലക്കാടുമുണ്ട്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഈ പദ്ധതിയുടെ നിർവഹണ ഏജൻസി. സംസ്ഥാന തലത്തിൽ അനുവദിച്ച 50,96,00,000 രൂപയിൽ 36 കോടിയിലധികം രൂപ ഇതിനകം കൈമാറിയിട്ടുണ്ട്. കൂടാതെ കോവിഡ് പോലുള്ള മഹാമാരികൾ നമുക്ക് നൽകിയ പാഠം ഉൾക്കൊണ്ട് പകർച്ചവ്യാധികൾ നേരിടാൻ സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും
10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കാനുള്ള കിഫ്ബിയുടെ ദീർഘവീക്ഷണപരമായ പദ്ധതിയും ശ്രദ്ധേയമാണ്. ഇതിനായി സംസ്ഥാന തലത്തിൽ 236 കോടി രൂപയാണ് വകയിരുത്തിയത്. ഇതിൽ 108 കോടിയിലധികം രൂപ ഇതിനകം KMSCL കൈമാറി. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുന്നു. ഇത് നമ്മുടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രതിരോധ സംവിധാനത്തിന് വലിയ മുതൽക്കൂട്ടാകും. ഒരു നാടിൻ്റെ രക്തധമനികളാണ് അവിടുത്തെ റോഡുകൾ. മികച്ച ഗതാഗത സൗകര്യം വികസനത്തിൻ്റെ ആദ്യ പടിയാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ റോഡ് ശൃംഖല മെച്ചപ്പെടുത്താൻ കിഫ്ബി വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ചില റോഡ് പ്രൊജക്റ്റുകൾ നോക്കാം. കണ്ണാടി പന്നിക്കോട് റോഡ് 10 കിലോമീറ്റർ ദൂരം വരുന്ന ഈ റോഡിന്റെ നവീകരണത്തിനായി 24 കോടി രൂപയാണ് അനുവദിച്ചത്. കണ്ണന്നൂർ ചുങ്കമന്നം റോഡ് 5.2 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡിനായി 11 കോടി 73 ലക്ഷം രൂപ വകയിരുത്തി. പുതുനഗരം കിണാശ്ശേരി റോഡ് ഏകദേശം 7.8 കിലോമീറ്റർ ദൂരത്തിൽ നവീകരിക്കുന്ന ഈ റോഡിന് 35 കോടി 65 ലക്ഷം രൂപയാണ് അംഗീകരിച്ചിട്ടുള്ളത്. പാറ പൊള്ളാച്ചി റോഡ് ഈ റോഡിന്റെ മെച്ചപ്പെടുത്തലിനായി 17 കോടി 65 ലക്ഷം രൂപയും കിഫ്ബി അനുവദിച്ചു. ഈ സുപ്രധാന റോഡ് പദ്ധതികളുടെ എല്ലാം മേൽനോട്ടവും നിർവഹണവും കേരള റോഡ് ഫണ്ട് ബോർഡാണ് നടത്തുന്നത്. ഈ പദ്ധതികളിൽ ചിലതിന് പ്രാരംഭ ഫണ്ട് അനുവദിക്കുകയും ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം പൂർത്തിയാകുമ്പോൾ യാത്ര സുഗമമാകുന്നതിനൊപ്പം വാണിജ്യ വ്യാപാര രംഗത്തും അത് വലിയ ഉണർവ് നൽകും. റോഡുകൾ പോലെ തന്നെ പ്രധാനമാണ് പാലങ്ങളും. പാലക്കാട് മണ്ഡലത്തിലെ അകത്തേത്തറ നടക്കാവിൽ റെയിൽവേ ഗേറ്റിന് മുകളിലൂടെ നിർമ്മിച്ച മേൽപ്പാലം അവിടുത്തെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു. 5 കോടി 51 ലക്ഷം രൂപ ചെലവിൽ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ഈ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കി. മുഴുവൻ തുകയും കൈമാറുകയും ചെയ്തു. ഇത് യാത്രാസമയം ലാഭിക്കാനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മംഗലം ടവർ മാർക്കറ്റ് റോഡ് ബൈപ്പാസ്, പുഴപ്പാലം, അക്വാഡക്റ്റ് ബ്രിഡ്ജ് എന്നിവയുടെ നിർമ്മാണവും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. നിലവിൽ ഇവയുടെ വിശദമായ പഠനങ്ങളും അനുമതി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. ഇവ യാഥാർത്ഥ്യമാകുന്നതോടെ മണ്ഡലത്തിലെ ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടും. വികസനം ഭൗതിക സാഹചര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് മനുഷ്യന്റെ സാംസ്കാരികവും സാമൂഹികവുമായ ഉന്നമനം കൂടി ലക്ഷ്യം വെക്കുന്നു. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമായ VT ഭട്ടതിരിപ്പാടിന്റെ നാമോദയത്തിൽ പാലക്കാട് ഒരുങ്ങുന്ന സാംസ്കാരിക സമുച്ചയം ഇതിന് മികച്ച ഉദാഹരണമാണ്. 68 കോടി 80 ലക്ഷം രൂപയുടെ ഈ വലിയ പദ്ധതിക്ക് കിഫ്ബി പച്ചക്കൊടി കാട്ടി. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് ഇതിന്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. ഏറെ സന്തോഷം നൽകുന്ന വാർത്ത, പദ്ധതിക്കായി അനുവദിച്ച തുകയിൽ 65 കോടി 60 ലക്ഷം രൂപയും ഇതിനകം കൈമാറിക്കഴിഞ്ഞു എന്നതാണ്. നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഇത് പുതിയൊരു കേന്ദ്രമായി മാറും. കായിക പ്രേമികൾക്കും സന്തോഷിക്കാൻ വകയുണ്ട്. പാലക്കാട് ഒരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായി 14 കോടി 55 ലക്ഷം രൂപയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഈ പദ്ധതിയും പുരോഗമിക്കുന്നു. അതുപോലെ നീതിന്യായ നിർവഹണം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കാനും കിഫ്ബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. 65 കോടി 76 ലക്ഷം രൂപയുടെ ഈ പദ്ധതി കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി തുക അനുവദിച്ചിട്ടുണ്ട്. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ശുദ്ധജലം എല്ലാവർക്കും ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. കിഫ്ബിയിലൂടെ നടപ്പിലാക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതികൾ ഇതിന് ഊർജം പകരുന്നു. പാലക്കാട് മണ്ഡലത്തിലെ കരിമ്പ, കൊങ്ങാട് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിക്കായി 28 കോടി 30 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. കൂടാതെ പാലക്കാട് PH സർക്കിളിന് കീഴിലുള്ള മറ്റ് പദ്ധതികൾക്കായി 34 കോടിയോളം രൂപയും കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റിയാണ് ഈ പദ്ധതികളുടെ നിർവഹണം നടത്തുന്നത്. ഇതിനോടകം കാര്യമായ തുക ഈ പദ്ധതികൾക്കായി കൈമാറിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഇവ കൂടാതെ വർക്ക് നിയർ ഹോം എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാദേശികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ട്
കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ മുഖേന നടപ്പിലാക്കുന്ന നൈപുണ്യ വികസന പദ്ധതിക്കായി 27.5 കോടി രൂപയും ആധുനിക അറവുശാലകൾ സ്ഥാപിക്കുന്നതിനായുള്ള പദ്ധതിയുടെ ഭാഗമായി പാലക്കാട്ടെ അറവുശാലകളുടെ DPR തയ്യാറാക്കുന്നതിന് ഇംപാക്ട് കേരള ലിമിറ്റഡ് മുഖേന 24 കോടിയുടെ സംസ്ഥാനതല പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളും കിഫ്ബി പിന്തുണയോടെ നടക്കുന്നു. ഊർജ്ജ മേഖലയിലെ വള്ളുവനാട് ലൈൻസ് ആൻഡ് സബ്സ്റ്റേഷൻ പാക്കേജ് പോലുള്ള ചില സുപ്രധാന പദ്ധതികൾ നിലവിൽ മൂല്യനിർണ്ണയ ഘട്ടത്തിലാണെന്നതും ശ്രദ്ധേയമാണ്. നമ്മൾ ഇതുവരെ കണ്ടത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാകുന്ന വികസന മുന്നേറ്റങ്ങളുടെ ഒരു ചിത്രം മാത്രമാണ്. റോഡുകളും പാലങ്ങളും മാത്രമല്ല, മികച്ച ക്ലാസ് മുറികളും ആശുപത്രികളും സാംസ്കാരിക കേന്ദ്രങ്ങളും കുടിവെള്ള പദ്ധതികളും കായിക സൗകര്യങ്ങളും തൊഴിൽ നൈപുണ്യ കേന്ദ്രങ്ങളുമെല്ലാം ഈ വികസന യാത്രയുടെ ഭാഗമാണ്. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് കിഫ്ബി വഴി ഈ മണ്ഡലത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. അനുവദിച്ച പദ്ധതികൾ, അവയുടെ നിർവഹണത്തിനായി നിയോഗിക്കപ്പെട്ട ഏജൻസികൾ, പദ്ധതികൾക്കായി ഇതിനോടകം കൈമാറിയ തുക, ഇതെല്ലാം വ്യക്തമാക്കുന്നത് കൃത്യമായ ആസൂത്രണത്തോടെയും മേൽനോട്ടത്തോടെയുമാണ് ഈ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ്. ഈ പദ്ധതികളെല്ലാം പൂർണ്ണമായി യാഥാർത്ഥ്യമാകുമ്പോൾ അത് പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല. നാളെയുടെ കേരളം ഇന്നത്തെ കേരളത്തേക്കാൾ മികച്ചതായിരിക്കണം എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ വികസന പ്രയാണത്തിൽ കിഫ്ബി വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. ഇനി നമ്മുടെ യാത്ര പൂരങ്ങളുടെ നാടായ തൃശൂർ ജില്ലയിലെ ചരിത്രവും പാരമ്പര്യവും കാർഷിക സംസ്കൃതിയും ഇഴചേർന്ന് കിടക്കുന്ന, എന്നാൽ വികസനത്തിന്റെ പാതയിൽ പുത്തൻ കാൽവെപ്പുകൾ നടത്തുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിലേക്കാണ്. കിഫ്ബിയിലൂടെ ഈ മനോഹരമായ ഭൂപ്രദേശത്ത് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? അവ ചേലക്കരയുടെ ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തും? നമുക്ക് വിശദമായി കാണാം. കിഫ്ബി കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണിത്. ദീർഘകാലമായി മുടങ്ങിക്കിടന്നതും വലിയ സാമ്പത്തിക ബാധ്യത കാരണം തുടങ്ങാൻ മടിച്ചു നിന്നതുമായ നിരവധി പദ്ധതികൾക്ക് ജീവൻ നൽകാൻ കിഫ്ബിക്ക് സാധിച്ചു. ഇത് കേവലം കെട്ടിടങ്ങൾ നിർമ്മിക്കൽ മാത്രമല്ല, നാടിൻ്റെ ഭാവിക്കായുള്ള വലിയൊരു നിക്ഷേപം കൂടിയാണ്. റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ, കുടിവെള്ള പദ്ധതികൾ, അങ്ങനെ നീളുന്നു കിഫ്ബി പിന്തുണയോടെ യാഥാർത്ഥ്യമാകുന്ന പദ്ധതികളുടെ നിര. ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഈ വികസന സ്പർശം എത്രത്തോളം എത്തിയിട്ടുണ്ട്? നമുക്ക് ഓരോ മേഖലയിലായി പരിശോധിക്കാം. ചേലക്കരയെ സംബന്ധിച്ച് ചേലക്കര മണ്ഡലം ഒരു ഗ്രാമീണ മേഖലയാണ്. ഗ്രാമീണരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. എന്ന് വെച്ചാൽ കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് കാർഷിക മേഖലയാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രാധാന്യമുള്ളത്. അപ്പോൾ ഇവിടെ ചേലക്കരയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞത് കൃഷിക്കാരാണ് കൂടുതൽ, പിന്നെ ഒപ്പം കർഷക തൊഴിലാളികൾ. ഇപ്പോൾ പുതിയ തലമുറകളാണ് അവരുടെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ട വിദ്യാഭ്യാസമായി മാറി IT രംഗത്തും പുതിയ തൊഴിൽ രംഗത്തെല്ലാം മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ കാലഘട്ടം അനുസരിച്ച് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, കുട്ടികൾക്ക് മറ്റ് മണ്ഡലങ്ങളെ പോയി പഠിക്കേണ്ടതെല്ലാം നേരത്തെ ഞങ്ങൾ ഘട്ടം ഘട്ടമായി അത് മാറ്റി ഇവിടെ തന്നെ വന്ന് പഠിക്കാനും ഇവിടെ ചേലക്കരയിൽ വന്ന് മറ്റ് വിദ്യാഭ്യാസങ്ങളെല്ലാം പ്രത്യേകിച്ച് ഡിഗ്രിയും അതുപോലെ തന്നെ ഈ ITIയും പോളിടെക്നിക്കും ഉൾപ്പെടെയുള്ള കോഴ്സുകളെല്ലാം ഇവിടെ തന്നെ വന്ന് പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പം അതിൽ ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ ചാട്ടം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പട്ടികജാതി കുട്ടികൾ പഠിക്കുന്നതും അങ്ങനെ തന്നെ മറ്റ് വിഭാഗക്കാർ കുട്ടികൾ പഠിക്കാനുള്ള സൗകര്യമെല്ലാം ഇപ്പോൾ ഘട്ടം ഘട്ടമായി ചേലക്കരയിൽ മാറ്റം വരുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ വെച്ച് വലിയ വളർച്ച ചേലക്കരയ്ക്കകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. യാത്രാ സൗകര്യങ്ങളും ധാരാളം ഇപ്പോൾ ഈ LDF ഗവൺമെൻറ് വന്ന ശേഷം കൂടുതൽ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 8-9 വർഷത്തിനിടയിൽ അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 2016 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിലാണ് ആദ്യമായി നിയമസഭയിൽ വരുന്നത്. ആ സമയത്ത് ചേലക്കരയിൽ കിഫ്ബിയുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ധാരാളം നമുക്ക് പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതിന് ശേഷം നമ്മുടെ പ്രിയങ്കരനായ ശ്രീ K. രാധാകൃഷ്ണൻ അദ്ദേഹം മന്ത്രിയായ ശേഷം വീണ്ടും ഒരു 3 കൊല്ലം അതിൻ്റെ തുടർച്ച നൽകി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇനിയുള്ള ശേഷിക്കുന്ന ഒരു 1-1.5 കൊല്ലം നമുക്ക് എനിക്കും അതിൻ്റെ ഒരു വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ശേഷം വീണ്ടും അതിൻ്റെ തുടർച്ച നൽകി മണ്ഡലത്തിലെ ചില ലക്ഷ്യം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ചേലക്കരയെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ ആലോചിച്ചത് ഭാവി തലമുറകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിദ്യാഭ്യാസം കൂടി എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം നിലവാരത്തിലുള്ള കുട്ടികളായതുകൊണ്ട് അവർ മറ്റ് സ്ഥലങ്ങൾക്ക് ജോലി തേടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ നമുക്ക് ഇവിടെ തന്നെ IT രംഗത്തെല്ലാം ഒരു തൊഴിൽ കൊണ്ടുവരാൻ വേണ്ടി വർക്ക് നിയർ ഹോം എന്നുള്ള പദ്ധതികളെല്ലാം ഗവൺമെൻറ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തി
നമുക്കിപ്പോൾ ഗവൺമെൻറ് കൈവശമുള്ള സ്ഥലം കുറച്ചുണ്ടെങ്കിലും ഇനി സ്വകാര്യ വ്യക്തികളെ സമീപിച്ച് ആ സ്ഥലം കൂടെ ഗവൺമെൻറ് കിട്ടത്തക്ക രീതിയിൽ ഉണ്ടെങ്കിൽ അതിലൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമി കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ഈ മൾട്ടി ലെവൽ സ്റ്റോറേജ് ബിൽഡിങ്ങിൽ അവിടെ തന്നെ വീടിൻ്റെ അടുത്തുള്ള ആളുകൾക്ക് വന്ന് ജോലി ചെയ്യാനും വിദേശ കമ്പനികളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാനുള്ള സാധ്യതകൾ ധാരാളം ഇപ്പോൾ സംസ്ഥാനത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചേലക്കരയിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന രീതിയിൽ ഞങ്ങളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവി തലമുറകൾക്ക് അതൊരു വലിയ ആശ്വാസമായി മാറും. ഒരു നാടിൻ്റെ പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് മികച്ച ഗതാഗത സൗകര്യം. മനുഷ്യരുടെ സഞ്ചാരം സുഗമമാക്കുന്നതിനൊപ്പം ചരക്കു നീക്കത്തിനും വാണിജ്യ വളർച്ചയ്ക്കുമെല്ലാം ഇത് കൂടിയേ തീരൂ. ചേലക്കര മണ്ഡലത്തിലെ ഗതാഗത കുരുക്കുകൾക്ക് പരിഹാരം കാണാനും യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താനും കിഫ്ബി നടപ്പിലാക്കുന്ന പദ്ധതികൾ നിരവധിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗായത്രിപ്പുഴയ്ക്ക് കുറുകെയുള്ള കൊണ്ടാഴി കൂത്താമ്പുള്ളി പാലം. വർഷങ്ങളായി ഈ പ്രദേശത്തെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സ്വപ്ന പദ്ധതിയാണിത്. ഏകദേശം 33,13,00,000 രൂപയാണ് ഈ വലിയ പാലത്തിന്റെ നിർമ്മാണത്തിനായി കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡ് അഥവാ KRFB ആണ് ഈ പദ്ധതിയുടെ നിർവഹണ മേൽനോട്ടം വഹിക്കുന്നത്. സന്തോഷകരമായ വാർത്ത, ഇതിനോടകം 21,22,00,000 രൂപ, അതായത് അനുവദിച്ച തുകയുടെ വലിയൊരു ഭാഗം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൈമാറിക്കഴിഞ്ഞു എന്നതാണ്. ഇത് സൂചിപ്പിക്കുന്നത് പദ്ധതി നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ്. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഗായത്രിപ്പുഴയുടെ ഇരുകരകളിലുമുള്ള കൊണ്ടാഴി, തിരുവില്ലാമല, കൂത്താമ്പുള്ളി തുടങ്ങിയ പ്രദേശങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. കൂത്താമ്പുള്ളിയിലെ കൈത്തറി ഗ്രാമങ്ങളിലേക്കുള്ള പ്രവേശനം എളുപ്പമാകും. കാർഷിക ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ വിപണിയിൽ എത്തിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും യാത്രാസമയം ഗണ്യമായി ലാഭിക്കാം. ഇത് ഈ പ്രദേശത്തിൻ്റെ ആകെ സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്ക് ഊർജം പകരും. ഇനി നമുക്ക് ചേലക്കര ടൗണിലേക്ക് വരാം. പല പ്രധാന റോഡുകളും സംഗമിക്കുന്ന ചേലക്കര ടൗണിലെ ഗതാഗത കുരുക്ക് അവിടുത്തെ സ്ഥിരം യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് കിഫ്ബി ചേലക്കര ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് അംഗീകാരം നൽകിയത്. ഏകദേശം 3.8 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന ഈ ബൈപ്പാസ് റോഡിനായി 3,16,00,000 രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ, അതായത് സ്ഥലം ഏറ്റെടുക്കൽ പോലുള്ള കാര്യങ്ങൾക്കാവശ്യമായ 50 ലക്ഷം രൂപ ഇതിനോടകം KRFBക്ക് കിഫ്ബി കൈമാറിയിട്ടുണ്ട്. ബൈപ്പാസ് പൂർത്തിയാകുന്നതോടെ ചേലക്കര ടൗണിലൂടെ കടന്നു പോകേണ്ട ദീർഘദൂര വാഹനങ്ങൾക്ക് ടൗണിൽ പ്രവേശിക്കാതെ തന്നെ യാത്ര തുടരാം. ഇത് ടൗണിലെ തിരക്ക് കുറയ്ക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സഹായിക്കും. ചേലക്കര മണ്ഡലത്തിലെ ഗതാഗത ശൃംഖലയിലെ മറ്റൊരു പ്രധാന കണ്ണിയാകാൻ പോവുകയാണ് ദേശമംഗലത്ത് നിർമ്മിക്കുന്ന കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാലം. ഈ പദ്ധതിക്കായി 1,32,00,000 രൂപയാണ് കിഫ്ബി വകയെടുത്തിരിക്കുന്നത്. ഇതിന്റെ നിർവഹണവും KRFB തന്നെയാണ്. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പുഴയ്ക്ക് മറുകരയിലുള്ളവർക്ക് എളുപ്പത്തിൽ പ്രധാന റോഡുകളിലേക്ക് എത്താൻ സാധിക്കും. ഗതാഗത മേഖലയിലെ ഈ 3 പ്രധാന പദ്ധതികളും പൂർത്തിയാകുമ്പോൾ ചേലക്കരയുടെ റോഡ് ഭൂപടം തന്നെ മാറും. യാത്രകൾ കൂടുതൽ സുഗമവും വേഗതയേറിയതുമാകും. മികച്ച റോഡുകൾക്കൊപ്പം തന്നെ ഒരു നാടിൻ്റെ ഭാവിക്ക് ആവശ്യമാണ് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അറിവും നൈപുണ്യവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ചേലക്കരയിലെ യുവതലമുറയ്ക്ക് ആധുനിക സാങ്കേതിക വിദ്യയിൽ മികച്ച പരിശീലനം നൽകുന്നതിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ചേലക്കര ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി കിഫ്ബി വലിയ പിന്തുണയാണ് നൽകിയത്. ചേലക്കര പോളിടെക്നിക് ഉൾപ്പെടെ സംസ്ഥാനത്തെ 4 പോളിടെക്നിക്കുകൾക്കായി കിഡ്കോ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കിയ ക്ലസ്റ്റർ പദ്ധതിക്കായി കിഫ്ബി അനുവദിച്ചത് 13,35,00,000 രൂപയാണ്. ഇതിൽ 12 കോടി രൂപയിലധികം ഇതിനോടകം കൈമാറിക്കഴിഞ്ഞു. ഇതിലൂടെ ചേലക്കര പോളിടെക്നിക്കിൽ പുതിയ വർക്ക്ഷോപ്പുകൾ, ആധുനിക ഉപകരണങ്ങളോട് കൂടിയ ലാബുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഒരുക്കാൻ സാധിച്ചു. ഇത് വിദ്യാർത്ഥികൾക്ക് കാലത്തിനനുസരിച്ചുള്ള സാങ്കേതിക വിദ്യാഭ്യാസം നേടാനും അതുവഴി മികച്ച തൊഴിലവസരങ്ങൾ കണ്ടെത്താനും സഹായിക്കും. ഇതുകൂടാതെ തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജും ചേലക്കര പോളിടെക്നിക്കും ഉൾപ്പെടുന്ന മറ്റൊരു ഉന്നത വിദ്യാഭ്യാസ ക്ലസ്റ്റർ പദ്ധതിക്ക്
കിഫ്ബി തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് കൈറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഭാവിയിൽ കൂടുതൽ വികസന സാധ്യതകളാണ് തുറന്നു നൽകുന്നത്. മലപ്പുറം തൃശൂർ ക്ലസ്റ്റർ ഫേസ് 4 പദ്ധതിക്കായി കിറ്റ്കോയ്ക്ക് 7.8 കോടി രൂപ കൈമാറിയതും സമീപ ജില്ലകളിലെ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്തും കിഫ്ബി വലിയ തരംഗമാണ് സൃഷ്ടിക്കുന്നത്. ചേലക്കര നിയോജക മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളുടെ മുഖച്ഛായ മാറ്റുന്നതിൽ കിഫ്ബി പദ്ധതികൾ വലിയ പങ്കുവഹിച്ചു. തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്കായി വിവിധ ക്ലസ്റ്റർ പദ്ധതികളാണ് കിഫ്ബി നടപ്പിലാക്കിയത്. വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന ഈ പദ്ധതികളിലൂടെ കോടിക്കണക്കിന് രൂപയാണ് സ്കൂളുകളിലേക്ക് എത്തുന്നത്. ഈ ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നോക്കാം. പഴയ കെട്ടിടങ്ങൾക്ക് പകരം പുതിയ ബഹുനില മന്ദിരങ്ങൾ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേകം ശുചിമുറികൾ, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സയൻസ് ലാബുകൾ, കമ്പ്യൂട്ടർ ലാബുകൾ, വിശാലമായ ലൈബ്രറികൾ, ഹൈടെക് ക്ലാസ് മുറികൾ, മികച്ച അടുക്കളയും ഡൈനിങ് ഹാളും. അങ്ങനെ കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും മികച്ച അന്തരീക്ഷം ഒരുക്കുകയാണ് ലക്ഷ്യം. ഈ ക്ലസ്റ്റർ പദ്ധതികളിൽ പലതും അനുവദിച്ച തുകയുടെ 80 മുതൽ 90% വരെ ഇതിനോടകം കൈമാറിക്കഴിഞ്ഞുവെന്നത് ചേലക്കര മണ്ഡലത്തിലെ സ്കൂളുകളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു എന്നതിന് തെളിവാണ്. നമ്മുടെ കുട്ടികൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങൾ ലഭിക്കുന്നത് കാണുന്നത് തന്നെ സന്തോഷകരമല്ലേ? വികസനം പൂർണ്ണമാകണമെങ്കിൽ വിദ്യാഭ്യാസത്തിനൊപ്പം ആരോഗ്യം പ്രധാനമാണ്. അപ്രതീക്ഷിതമായി എത്തുന്ന പകർച്ചവ്യാധികളെയും മറ്റ് ആരോഗ്യ അടിയന്തരാവസ്ഥകളെയും നേരിടാൻ നമ്മൾ സജ്ജരായിരിക്കണം. കോവിഡ് മഹാമാരി നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ആധുനിക ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കാൻ കിഫ്ബി തീരുമാനിച്ചത്. ഈ സുപ്രധാന പദ്ധതിയുടെ പ്രയോജനം ചേലക്കര നിയോജക മണ്ഡലത്തിനും ലഭിക്കും. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഈ പദ്ധതിയുടെ നിർവഹണ ഏജൻസി. പ്രാദേശിക തലത്തിൽ തന്നെ മെച്ചപ്പെട്ട ഐസൊലേഷൻ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നത് രോഗവ്യാപനം തടയാനും അടിയന്തര ഘട്ടങ്ങളിൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനും സഹായിക്കും. ഇത് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. സർക്കാർ സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ജനങ്ങളിലേക്ക് എത്തേണ്ടത് അവരുടെ അവകാശമാണ്. ഇതിന് മികച്ച ഓഫീസ് സൗകര്യങ്ങൾ അനിവാര്യമാണ്. ചേലക്കര മണ്ഡലത്തിലെ പഴയന്നൂർ സബ് രജിസ്ട്രാർ ഓഫീസ് ഉൾപ്പെടെ തൃശൂർ, മലപ്പുറം ജില്ലകളിലെ 7 സബ് രജിസ്ട്രാർ ഓഫീസുകൾ നവീകരിക്കുകയോ പുതിയ കെട്ടിടം നിർമ്മിക്കുകയോ ചെയ്യുന്ന ക്ലസ്റ്റർ 4 പദ്ധതിയും കിഫ്ബിയുടെ പിന്തുണയോടെ മുന്നോട്ട് പോകുന്നു. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഇതിൻ്റെ നിർവഹണം. 17,39,00,000 രൂപയുടെ ഈ പദ്ധതിയിൽ 11,28,00,000 രൂപ ഇതിനോടകം കൈമാറി. പുതിയ കെട്ടിടം വരുന്നതോടെ പഴയന്നൂരിലെയും പരിസരങ്ങളിലെയും ജനങ്ങൾക്ക് ആധാർ രജിസ്ട്രേഷൻ, ഭൂമി രജിസ്ട്രേഷൻ, വിവാഹ രജിസ്ട്രേഷൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ ഒരു അന്തരീക്ഷം ലഭിക്കും.
ഇവയ്ക്ക് പുറമെ സംസ്ഥാനത്തുടനീളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ആധുനിക രീതിയിലുള്ള ശ്മശാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. അതുപോലെ യുവാക്കൾക്ക് പ്രാദേശികമായി തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന വർക്ക് നിയർ ഹോം എന്ന ആശയം പ്രാവർത്തികമാക്കാൻ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ വികസന പദ്ധതിയും കിഫ്ബി അംഗീകരിച്ചിട്ടുണ്ട്. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. 275 കോടി രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതിയിലൂടെ ചേലക്കരയിലെ യുവതീ യുവാക്കൾക്കും പുതിയ തൊഴിൽ നൈപുണ്യങ്ങൾ നേടാനും മികച്ച തൊഴിലവസരങ്ങൾ കണ്ടെത്താനും സാധിക്കും. ഈ പദ്ധതിയുടെ വിശദമായ രൂപരേഖ തയ്യാറാക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. കിഫ്ബിയിലൂടെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാകുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ക്യാൻവാസാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന പാലങ്ങളും ബൈപ്പാസും, അറിവിന്റെ ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന നവീകരിച്ച പോളിടെക്നിക്കും സ്കൂളുകളും, അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാക്കുന്ന ആരോഗ്യ സംവിധാനങ്ങൾ, മെച്ചപ്പെട്ട സർക്കാർ സേവനങ്ങൾ, പുതിയ തൊഴിൽ സാധ്യതകൾ, ഇങ്ങനെ നാടിന്റെ സമസ്ത മേഖലകളിലും കിഫ്ബിയുടെ വികസന ഹസ്തം എത്തുന്നു. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഈ മണ്ഡലത്തിലേക്ക് കിഫ്ബിയിലൂടെ എത്തുന്നത്. അനുവദിച്ച തുകയിൽ വലിയൊരു ഭാഗം ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞതും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതും കാണുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും. ഈ പദ്ധതികളെല്ലാം പൂർണ്ണമാകുമ്പോൾ അത് ചേലക്കരയുടെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് നൽകുന്ന ഉത്തേജനം വളരെ വലുതായിരിക്കും. ഇത് കേവലം കണക്കുകളല്ല, ഈ മണ്ണിലെ ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന, അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന വികസന മുന്നേറ്റങ്ങളാണ്. വികസന വീതിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.